എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എന്താ പറയാമെന്ന് പറഞ്ഞാൽ കുറെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട് ഉമ്മാനെ കുറിച്ചിട്ട്. അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നതെന്ന് ഞങ്ങൾക്കും എന്റെ ഉമ്മാക്കും ഈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ചെയ്ത ആൾക്കാരുള്ള കാര്യം മൊത്തം അറിയൂല. ഇപ്പൊ ഈ എന്റെ ഉമ്മമാന്റെ വോയിസ് ഇറങ്ങി. അതിലെല്ലാ കാര്യം ഉണ്ടോ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് കമന്റും നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുന്നു. ശരിക്കും ഞങ്ങളാണ് ഇത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കും ഉമ്മ പറയിപ്പിച്ചാണെന്ന്. ഇത് ഉമ്മയും കൂടി അറിഞ്ഞിട്ടില്ല ആ വീഡിയോ വീഡിയോ കാണണ്ട. അവിടെ അങ്ങനെ യൂട്യൂബില് ജട്ടി കാണിക്കുന്ന വീഡിയോ പൊക്കിയിട്ട് ജട്ടി കാണിക്കും. കുറച്ച് ദിവസങ്ങളായി ഷാജിദ തൻ്റെ യൂട്യൂബ് ചാനൽ ഇടുന്നത് മൊത്തം തൻ്റെ ഉമ്മയ്ക്കെതിരെയൊക്കെയുള്ള വീഡിയോ ആണ്. അതിനകത്ത് ഉമ്മ തന്നെ തൻ്റെ മക്കളെയൊക്കെ ഉപദ്രവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ലേറ്റസ്റ്റായിട്ട് ഉമ്മയുടെ ഒരു ഡാൻസ്, അതും ജെട്ടിയൊക്കെ ഇട്ടുണ്ട്, അങ്ങനെ ഒരു ഡാൻസ് വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഉമ്മ ഇതിനെപ്പറ്റി പ്രതികരിക്കുന്ന രീതിയിൽ ഒരു വോയിസ് ക്ലിപ്പൊക്കെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൾ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, അവളാണ് എന്നെ ഇതേ കണക്കുള്ള കാര്യം നാറ്റിക്കാനും സമൂഹത്തിൻ്റെ മുമ്പിലൊക്കെ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒക്കെ പുറത്ത് വിട്ട സമയത്ത് എല്ലാവരും ഇത് തന്നെയാണ് ഷാജിദ എടുത്ത് പറഞ്ഞത്, എന്തിനാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം. ആ സമയത്ത് കുറേ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം സ്വന്തം ഉമ്മയോടത്ത് എത്ര ദേഷ്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്നാണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് കുറേയധികം യൂട്യൂബേഴ്സ് എല്ലാവരും ഇതിനെതിരെ സംസാരിച്ചപ്പോഴും ഈ ഒരു ഷാജിദ ഇപ്പോൾ പുതിയൊരു അടവ് പോലെ വന്നേക്കാണ്. സ്വന്തം കുട്ടികളെ നിർത്തിയാണ് ഈ ഒരു അടവ് എടുത്തേക്കുന്നത്. ഈ ഒരു കുട്ടികളുടെ വീഡിയോ നിങ്ങൾ കണ്ട കുറേയധികം യൂട്യൂബേഴ്സ് കാര്യങ്ങളൊന്നും അറിയാതാണ് ഇത് കണക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഞാനൊക്കെ ഈ ഒരു വീഡിയോ ഇടുന്നത് ഞങ്ങളുടെ ഉമ്മ പറഞ്ഞിട്ടോ ഒന്നുമല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവിടെ തന്നെ ആ ഒരു കുട്ടിയുടെ ഉമ്മ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാവുന്നതാണ്. ആ ഒരു ഷാജിദ തന്നെയാണ് കുട്ടികളെ കൊണ്ട് ഇത് കണക്ക് പറയിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ പറയുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരിടുന്ന ഓരോ വീഡിയോസിലെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ട് എന്തുമാത്രം രീതിയിലാണ് ആ ഒരു ഉമ്മേനെയൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ വരെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ വരെ ഈ ഒരു ഉമ്മേനെ അതുപോലെ തന്നെ നാട്ടുകാരെയൊക്കെ ചീത്ത വിളിക്കുന്ന രീതി അങ്ങനെ കുറേയധികം രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പം പല ഇഷ്യൂസും കുടുംബത്തിലും നാട്ടുകാരുമായിട്ടും എല്ലാവരുമായിട്ടും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതൊക്കെ വീഡിയോ എടുത്ത് വെളിയിൽ വിടുക, നാട്ടുകാരുടെ മുമ്പിൽ സ്വന്തം ഉമ്മയെ നാറ്റിക്കുക, ഇങ്ങനത്തുള്ള ചെയ്യുന്നതൊക്കെ ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ആര് ചെയ്താലും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ ഉമ്മയായിട്ടൊക്കെ ഭയങ്കര വലിയ അടിയൊക്കെ ഉണ്ടായിരിക്കാം, എല്ലാവരും അമ്മമാരുമായിട്ടൊക്കെ എല്ലാം അടി ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഇങ്ങനത്തുള്ള വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഷാജിദ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നെഗറ്റീവായിട്ട് കമൻസ് വന്ന സമയത്താണ് ഇപ്പോൾ ഷാജിദ സ്വന്തം മക്കളെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ മുമ്പിൽ വന്ന് ഇതേ കണക്ക് നിങ്ങൾക്ക് അറിയുന്നതൊക്കെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ മക്കളെ മുന്നിൽ നിർത്തി കളിക്കുന്ന കണക്ക് വന്നേക്കുന്നത്. ഈ മക്കൾ ഇത് ഉമ്മ പറയുന്നത് കേൾക്കുന്നതായിരിക്കാം, പക്ഷെ എന്താ ഷാജിദ ഈ കാണിക്കുന്നതൊക്കെ വലിയ മണ്ടത്തരമാണ്, തെറ്റുമാണ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സോ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക.